തന്നിട്ട് പോയതാമേ കുങ്കുമപ്പൂവ്. ദിവസം കഴിച്ചാല് വയറ്റുള്ള കുഞ്ഞിന് നല്ല നിറം ഉണ്ടാവുന്നു. മോളെ പൊട്ടടി. അമ്മ എന്താ വിചാരിച്ചേ, ഞാൻ കരയുവാണെന്നാണോ? ശ്യാമി ഇനി അതോർത്ത് കരയില്ലെന്ന് തീരുമാനിച്ചതാ. കുഞ്ഞേച്ചിക്കുണ്ടാകുന്ന കുഞ്ഞിനെ എനിക്ക് തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം അത് ഉൾക്കൊള്ളാനായില്ല. അതൊക്കെ എങ്ങനെ നടക്കുമെന്നാ ഞാൻ ഇതുവരെ ചിന്തിച്ച്. പക്ഷെ ഇപ്പൊ എന്ത് വില കൊടുത്തു ആ കുഞ്ഞിനെ എനിക്ക് വേണം അമ്മേ. അമ്മേ, ആ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണമ്മേ. അതെന്റെ ജീവനും ജീവിതം അമ്മേ. അമ്മേ, മോളെ എനിക്ക് തന്നേക്കണമേ. സമാധാനത്തിലേ. റോഡിലധികം ട്രാഫിക് ഇല്ലാത്തത് നന്നായി. നമ്മളെന്തായാലും നേരത്തെ എത്തി. എന്തേ? ഒന്നല്ല വിഷ്ണുട്ടാ. ഡോ സത്യം പറ, എന്താ പറ്റി? എന്തേ? തലറ്റുന്നുണ്ടാ? എന്താണിപ്പോ പെട്ടെന്ന് ഇങ്ങനെ? കണ്ണില് ഇരുട്ട് കയറുന്ന പോലെ. ചേട്ടാ, ഇയാളൊന്നും കഴിച്ചില്ല ഇപ്പൊ? ചായ കുടിച്ചതാ വിഷ്ണുട്ടാ. ചായ മാത്രോ? ഞാനൊന്നും പറയുന്നില്ല. പിന്നെ എടോ സത്യം പറ, എത്ര ദിവസമായി ഇയാളുടെ ഈ നിരാഹാരം? സത്യമായിട്ട് ഞാൻ ഇന്നലെ രാത്രി കഴിച്ചതാ വിഷ്ണുട്ടാ. അല്ല, ഇപ്പൊ ഈ രാവിലെ കഴിക്കുക ഇയാൾക്ക് എന്തായിരുന്നു കുഴപ്പം? ഇന്റർവ്യൂവിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു വിഷ്ണുട്ടാ. പിന്നെ വിഷ്ണുട്ടൻ. എടോ, ഞാൻ എപ്പോഴും ഇയാളുടെ കൂടെ ഉണ്ടെന്ന് ഇയാൾക്ക് അറിഞ്ഞൂടെ? ഇയാളെന്താ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നേരം ഭക്ഷണം മേടിച്ചിട്ട് വരാം. വിഷ്ണുട്ടാ വേണ്ട, ഇന്റർവ്യൂ അല്ലേ ഇമ്പോർട്ടന്റ്. ഇന്റർവ്യൂ അല്ല, ആരോഗ്യം തന്നെ പ്രധാനം. ആ, സമയമൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം. താനോട്ട് ഇരിക്കും. രോഹിത് നിർത്തിക്കേ. അതാരാ നോക്കി? വിഷ്ണു ബ്രോ. കാർ സ്ലോ ചെയ്ത് അവന്റെ പിന്നാലെ വിട്ടെ. ദൈവമേ, പുലിവലാവൂ. സത്യാമ്മ പറഞ്ഞ് അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എടുക്ക്, പുറകോട്ടെടുക്ക്.
കഴിഞ്ഞു. അയ്യോ, ഈശ്വര കാണൂ. അമ്മ ഇങ്ങോട്ട് നില്ലമ്മ. അമ്മ എന്താ ഇവിടെ? ഇവിടെ എന്താടാ? ഇവിടെ എടാ, ഹോട്ടലിൽ ആരെയും അർജന്റായിട്ട് കാണുമെന്ന് പറഞ്ഞല്ലോ നീ പോയത്. എടാ, നിന്നോടാ ചോദിച്ചത്, മറുപടി പറയാൻ. അതെന്താ പറയുമ്പോ ഞാൻ പെട്ടെന്ന് ഇവിടെ അത് പിന്നെ വണ്ടി റിപ്പയർ ആയതല്ലേ വിഷ്ണു ബ്രോ? അത് പറയാൻ എന്താ എത്ര മടി? വണ്ടി റിപ്പയർ ആയി. അല്ല, ഇവന്റെ വണ്ടി റിപ്പയർ ആയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? സത്യമേ, അമ്പലത്തിലേക്ക് ഞാനല്ലേ വണ്ടി ഓടിച്ചോണ്ട് വന്നത്. അപ്പോഴേ വണ്ടിക്ക് ഒരു കുഴപ്പം തോന്നിയതാ. അത് ശരി. വണ്ടിയുടെ പോക്ക് കണ്ടപ്പോഴേ ഉടനെ കേടാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി. കംപ്ലീറ്റ്ലി കറക്റ്റ്. എടാ, എന്ന് നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? വിളിച്ചു പറയായിരുന്നു, വിളിക്കായിരുന്നു. പക്ഷേ ഫോണിന്റെ ചാർജ് തീർന്നു പോയല്ലേ? തീർന്നു. ഫോണിന്റെ ചാർജ് തീർന്നു. എന്നിട്ട് മെക്കാനിക്കിനെ വിളിച്ചോ? വിളിച്ചു. അല്ല, ഫോണിന്റെ ചാർജ് തീർന്നല്ലേ, പിന്നെ എങ്ങനെ നീ മെക്കാനിക്കിനെ വിളിച്ചത്? അതെന്താ മെക്കാനിക്കിനെ വിളിച്ച് കഴിഞ്ഞാവും ചാർജ് തീർന്നത് അല്ലേ ബ്രോ? അതെ. മെക്കാനിക്കിനെ വിളിച്ചു കഴിഞ്ഞിട്ടാ ഫോണിന്റെ ചാർജ് തീർന്നേ. ഇവൻ പറയേണ്ട മറുപടികൾക്കെല്ലാം നീ എന്തിനാണ് ഉത്തരം നൽകുന്നത്? ഇതെന്താ ക്വിസ് കോമ്പറ്റീഷൻ ആണോ? അത് പിന്നെ ഈ ലോക ജീവിതം തന്നെ മൊത്തത്തിലൊരു പരീക്ഷയാണല്ലോ സത്യമേ. അല്ല, നിന്റെ തലയ്ക്ക് എന്താടാ പിരിവിട്ടിയോ? സത്യമയോട് ഞാനൊരു വലിയ രഹസ്യം പറയാം. ഈ വണ്ടി വലിയ കുഴപ്പത്തില. അവിടെ ആരുമില്ല. ആ കുഴപ്പം തിരിച്ചറിഞ്ഞ വലിയ വില കൊടുക്കേണ്ടി വരും, ഉറപ്പാ. എന്തൊക്കെയാണ് ഇവനീ പറയുന്നത്? എന്തു പറ്റി? ലോഹിത്ത് പറഞ്ഞ സത്യാമേ. സത്യാമയോ? സത്യാമയല്ല, സത്യാമേന്ന്. എനിക്ക് വലിയ കുഴപ്പന്ന് പറഞ്ഞത് വണ്ടിയുടെ തകരാറിന്റെ കാര്യമാണേ. നന്നാക്കി എടുക്കാൻ നല്ല മെക്കാനിക് തന്നെ വേണ്ടി വരും അല്ലേ? അതെ അതെ. ദൈവമേ കാത്തോണേ. ഓവറൊക്കെ ബ്രോ, വണ്ടിയുടെ ഫോണിന്റെ കാര്യം പെട്ടെന്ന് പരിഹരിച്ചിട്ട് വീട്ടിലേക്ക് പോവാ. സത്യമേ, അവരായവരുടെ പാടായി. നമുക്ക് ശരി. അല്ല, അവരോ? അവരെന്ന് പറഞ്ഞ ആരൊക്കെയാ? ആരാ? അല്ല, വിഷ്ണു ബ്രോയും മെക്കാനിക്കും. ഓ, അങ്ങനെ തെളിച്ച് പറയണ കേട്ടോ ഓരോ ഇത്. സത്യം പോവാം, നമുക്ക് പോവാം. പിന്നല്ല. ഓക്കെ അമ്മ, ശരി അമ്മ, വീട്ടിൽ കാണാം. ഓക്കെ ബൈ. അല്ല അല്ല, ഇതാർക്കാടാ? അതെനിക്കുള്ളതാ. വിശപ്പിനെ. അതൊന്ന് നേരത്തെ പറഞ്ഞൂടേടാ. എടാ, നിനക്കിത് ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചുകൂടായിരുന്നോ? എന്തിനാ ഇങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചത്? അത് അതിനും കാരണം മെക്കാനിക്ക സത്യമേ. മെക്കാനിക്ക് ഒരു വണ്ടിയുടെ പ്രോബ്ലം കാണിച്ചു കൊടുക്കാൻ ആളിവിടെ വേണ്ടേ? ഓ, അതുകൊണ്ടാ ബ്രോ വണ്ടി എടുത്ത് കഴിക്കാന്ന് വെച്ചത് അല്ലേ ബ്രോ? മെക്കാനിക്കിനും കൂടെ കൊടുക്കാൻ ഇങ്ങനെ വിശന്നിട്ട്. അതുകൊണ്ട് എടാ, നിനക്ക് ഇവന്റെ കാര്യങ്ങളെല്ലാം അറിയാം. പിന്നല്ലാതെ. എന്റെ ഭാഗ്യോടെ നിന്നെ മകനായിട്ട് കിട്ടിയത്. എന്റെ സത്യമേ, എന്നാ നമുക്ക് പെട്ടെന്ന് പോയിക്കളെ. ഓ, അല്ല, എന്തിനെത്ര തിടുക്കപ്പെടുന്നു? നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെടുക്കാനാ? അല്ലെങ്കിൽ ഇപ്പോ സത്യമ്മ ഇപ്പൊ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും. അതെന്താടാ അങ്ങനെ? അല്ലെങ്കിൽ ഞാൻ ഈ ബ്രോയെ പറ്റി പറയുന്നെങ്കിലും മാറിപ്പോയാ പിന്നെ അഭിപ്രായം മാറിപ്പോയാലെന്ന് വിചാരിച്ചാ.
ഓ അങ്ങനെ. എന്നാ നമുക്ക് പോയേക്കാം, വാ. ശരി അമ്മ, ബൈ. അതാ നല്ലത്, സത്യം പോവാ. ശരി. എന്നാ ശരി മോനെ, കഴിച്ചോ. ഓ, വിശന്നിരിക്കണ്ടാട്ടാ. ബൈ ബൈ. ശരി ശരി, ഓക്കെ. കൊണ്ടുപോടാ. എന്താ തുറക്കല്ലേതു? ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. മെക്കാനിക് കാരണം രക്ഷപ്പെട്ടു. എന്തുവാടാ? ആ, അല്ല, ഈ മെക്കാനിക്കൽ ഇല്ലായിരുന്നെങ്കിലേ ഈ കാറും വണ്ടിയൊക്കെ എങ്ങനെ ഓടുമെന്ന് ആലോചിച്ചു പോയാ സത്യമേ. അല്ല, മൊത്തം കുടുങ്ങി പോവില്ലേ? രോഹിത്തെ, ഓ, ഇനി ഇന്നത്തെ ദിവസം നീ മെക്കാനിക് എന്നൊരു വാക്ക് മിണ്ടിയാ നിന്റെ തല ഞാൻ അഴിച്ചു പണിയും. ആ, മര്യാദക്ക് മിണ്ടാതിരുന്നോണം. മെക്കാനിക്ക് മെക്കാനിക്ക്. നല്ല അടിപൊളി ബിരിയാണിയാ. വിഷ്ണുട്ടാ, സത്യമ്മ വന്നിരുന്നോ? ആ, വന്നിരുന്നു. പക്ഷെ ഇയാളെ കണ്ടില്ല. ഞാനൊരു രോഹിത്തും പലതും പറഞ്ഞിട്ട് ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. ഓ, കഷ്ടിച്ച രക്ഷപ്പെട്ട്. കഴി, ഇന്റർവ്യൂവിന് സമയമില്ലേ? ഞാൻ തരാം. കാണും മൊഴിയേ കാതിൽ തേൻ മഴയേ. നീയും ഞാനും നീ മാമരച്ചില്ലകളിൽ കൂട് കൂട്ടിയിണങ്ങും നാളുകളിൽ നമ്മെ കഴുകിടും മഴയുടെ കുളിരയും അനുരാഗം. വിഷ്ണുട്ട മതി. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഇതും കൂടി. അവരിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയണ്ടേ? ആ, എന്റെ ശാലിനി കുട്ടിയല്ലേ, ഇതുകൂടി കഴിക്കി. കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. എന്തുപറ്റി? വിഷ്ണുട്ട, ഞാനീ ചെയ്യുന്നത് ചതിയല്ലേ? സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാന്ന് ഞാൻ സത്യമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തതല്ലേ? സത്യമ്മ അനുസരിക്കുന്നതിന് പകരം ഞാനിവിടെ ഒളിച്ചു വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാന്ന് വെച്ചാ അതിലും വലിയ വാക്ക് വ്യത്യാസമുണ്ടോ? ചതിയല്ലേ അത്? പറ്റില്ല വിഷ്ണുട്ട. വിഷ്ണുട്ട, എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് തിരിച്ചു പോയേക്കാം. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റില്ല വിഷ്ണുട്ട. ഞാൻ പറയുന്നു. ചേച്ചി ചേച്ചി എന്തെങ്കിലും തരണേ ചേച്ചി. ഭക്ഷണം കഴിക്കാനോ ചേച്ചി? വിശക്കുന്നു. ശാലിനി, വേണ്ട.
വിഷ്ണുട്ടാ വിശക്കുന്നു ചേട്ടാ. വിഷ്ണുട്ടാ, ഈ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനല്ലേ ഞാനിത് കൊടുത്തോട്ടെ? ശാലിനി, ഈ കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തനിക്കെന്താ? വിഷ്ണുട്ടാ, താൻ ഈ കൊടുക്കുന്ന 100 രൂപ കൊണ്ട് എത്ര നേരം ഭക്ഷണം കഴിക്കും ഈ കുട്ടി? പറ. ഒരു നേരം? അത് 2 നേരോ? അത് കഴിഞ്ഞ നാളെയും വിശക്കില്ലേ വിളിക്ക്? ഓരോ നേരം ഭക്ഷണപാത്രം മുന്നിലിങ്ങനെ നിരക്കണം. അത് ഭക്ഷണം ആവണമെങ്കിൽ പണം വേണം. അങ്ങനെ എത്ര കാലം തനിക്ക് സഹായിക്കാൻ പറ്റും ഈ കുട്ടിയെ? ആജീവനാന്തോ? എടോ, അങ്ങനെ താൻ സഹായിച്ചാൽ തന്നെ ഇതുപോലുള്ള 100 അല്ല 1000കണക്കിന് കുട്ടികളുണ്ട് ഈ നാട്ടില്. രാജ്യത്തിന്റെ കണക്കെടുത്താൽ ലക്ഷങ്ങൾ വരും. അവർക്കൊക്കെ വേണ്ടി നിസ്സാരക്കാരിയായ ഈ ശാലിനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടോ, തന്നെ പോലൊരു പെൺകുട്ടിയാ ഭക്ഷണത്തിന് വേണ്ടി ആയിരുന്നോണ്ട് ഇപ്പൊ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കണേ. ശാരദാമ്മയെ പോലൊരു അമ്മയുടെ നല്ലൊരു അച്ഛൻ്റെയോ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലേ ഒരു IAS IPS ഡോക്ടറോ എഞ്ചിനീയറോ എന്തെങ്കിലുമൊക്കെ ആയി തീരേണ്ടവളാ. നമുക്കതൊന്നും അറിയണ്ടല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ വീടും കുടുംബവും ഒക്കെ നന്നായിട്ടിരിക്കണം. ബാക്കിയുള്ളവരൊക്കെ ഉരുൾപൊട്ടലിലോ മലവെള്ളപ്പാച്ചിലോ ഒക്കെ കുത്തിയൊലിച്ചു പോയാലും നമുക്ക് ഒരു കുഴപ്പമില്ല. വിഷ്ണുട്ടാ, ശാലിനി, എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ല ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു പക്ഷെ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസ്. പാവപ്പെട്ടവരുടെ രോഗികളുടെയൊക്കെ കണ്ണീരൊപ്പാനും അശരണരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനും. തനിക്ക് ഇനി കളഞ്ഞിട്ട് പോണെങ്കിൽ കളഞ്ഞിട്ട് പോവാം. ഒക്കെ ഇയാളുടെ തീരുമാനം. പോയിക്കോ. ചേട്ടനൊന്നും പറയില്ല, മോള് വെച്ചോ. സോറി മോളെ, ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ മറന്നതിന്. ഞാൻ പോയിക്കോട്ടെ ചേച്ചി. വിഷ്ണുട്ടാ, ശാലിനിക്കിനി ഇടർച്ച ഉണ്ടാവില്ല. ആവുന്നത്രയും പാവങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ ശാലിനി ഉണ്ടാവും. ശാലിനി വിഷ്ണു IAS.